ഉപവസിച്ച യേശുവിനെ ഏതാണ്ട് മനസ്സിലാക്കിയത് പിശാച്. യേശുവേ, മഹോന്നതനായ ദൈവപുത്ര. ക്രൂശിക്കപ്പെട്ട യേശുവിനെ മനസ്സിലായത് ആർക്കാ? ക്രൂശി കിടന്നൊരു കള്ളന് നീ ദൈവപുത്രനായി രാജ്യത്വം പ്രാപിച്ച് ഒരു ദിവസം വരും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ മനസ്സിലായത് ഏതാനും സ്ത്രീകൾക്ക്. അങ്ങനെയെങ്കിൽ പുനരാഗമനം ചെയ്യുന്ന ക്രിസ്തുവിനെ ആര് മനസ്സിലാക്കുമെന്ന് പഠിച്ച് ആർക്കാണ് അവൻ തിരിച്ചറിയാൻ പറ്റുക? ആർക്കാണ് അവനെ മനസ്സിലാവുക? ഹൃദയം തുറന്നു പിടിച്ച് അവനെ ഒന്ന് കാണാൻ, രാജാതി രാജാവായി കർത്താതി കർത്താവായി തിരുസഭയെ സ്വീകരിപ്പാൻ വരുന്നവനെ ഹൃദയം തുറന്നു പിടിച്ച് കാണാൻ ഇന്ന് തയ്യാറെടുക്കണം. ഇടയ്ക്കെങ്ങാണ്ടൊരു കാത്തിരിപ്പി ഓത്തരുത്. ഭൂതവളക കണ്ടപ്പോൾ ശുശ്രൂഷിക്കാമെന്ന് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു. ഊരി പിടിച്ച വാളുമായി ദൂതൻ ഇവിടെ വന്നിട്ടുണ്ടോ? അവിടെ ഇരുന്നൊരു അപ്പച്ചൻ പറഞ്ഞു, നീ ഒരു പിടി ഇട്ടു കൊടുക്കാനായി. ഊരിപ്പിടിച്ച വാള് നമ്മുടെ ഈ സങ്കല്പങ്ങളിലൊരു പ്രശ്നമാണ്. വീട്ടിൽ നിന്നിറങ്ങി പോരുമ്പോൾ പ്രാർത്ഥിക്കും, ഗബ്രിയേൽ മികായേൽ കാവലായിരിക്കണം. എന്തോ കാര്യത്തിൽ നമ്മുടെ ആ കൂലിക്കൂടും 2 പശു ഇവരൊക്കെ നോക്കാൻ ആരാ? ഗബ്രിയേൽ. മണ്ണത്തിയിൽ ട്രാഫിക്ക് കൂടിക്കഴിയുമ്പോൾ DGP നിയന്ത്രിക്കാൻ വരണമെന്ന് പറഞ്ഞോല്ല. ഇവിടെ അതിന് പോലീസുണ്ടെന്നോ? നമ്മളാണോ തീരുമാനിക്കുന്നത് ആര് വരണമെന്ന്? ആ ദൂതസഞ്ചയം കാവലായിരിക്കണം എന്ന് പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ട ദൂതനെ ദൈവം അയക്കും. ഈ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിക്കൊക്കെ മീകായിൽ വന്നിക്കേണ്ട വല്ല കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. സന്തോഷമില്ല? മനസ്സിലാവും?